ഇപ്പോൾ പ്രഷർ കാണുന്നത് ആംബുലൻസിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം കയറ്റിയതാണ് കാണുന്നത്. ഇൻക്വസ്റ്റ് കഴിഞ്ഞതിനു ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ അലിൻ ഷിറിൻ എബ്രഹാമിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുകയാണ്. മല്ലപ്പള്ളി സ്വദേശികളുടെ കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് വാഹനാപകടത്തിലാണ്. പുതുജീവനേക്കാനുള്ള യാത്ര ഒരിടത്ത് ആംബുലൻസിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ യാത്ര പുറപ്പെടുന്നത്. നമുക്കിപ്പം ഷഹബാസ് ഓണർ ഒരു ഗാർഡ് ഓഫ് ഓണറൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത്യന്തം വൈകാരികമായ നിമിഷങ്ങൾ കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അലിൻ ഷിറിൻ എബ്രഹാം. ഇപ്പോൾ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ അടക്കം അവിടെയുണ്ട്. ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനുള്ള ആളുകളും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ? അരുൺകുമാർ, വളരെ വൈകാരികമായൊരു നിമിഷമാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷിറിൻ എന്ന ആ മാലാക കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്. കുടുംബം ഈ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ ആലിൻ ഷിറിൻ്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകുന്നു എന്നത് വലിയൊരു ആശ്വാസമാണ്. അത്തരത്തിൽ ആശുപത്രി തന്നെ ഈ ഒരു കുഞ്ഞിന് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് യാത്ര അയക്കുന്നത്. ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരെല്ലാവരും ചേർന്ന് ഈ മൃതദേഹത്തിന് ചുറ്റും നിന്ന് വലിയ ഒരു ആദരവ് ഈ കുഞ്ഞിനെ അർപ്പിക്കുകയാണ്. അത്തരത്തിൽ ഈ കേരളം മുഴുവൻ ആ കുഞ്ഞിനെ അത്തരത്തിലാണ് ആദരത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം ഈ പോകുന്ന ഘട്ടത്തിലും വളരെ വൈകാരികമായൊരു ഘട്ടത്തിലും ഈ 4 പേർക്ക് പുതുജീവൻ ഏകിക്കൊണ്ടാണ് ആലിൻ ഷിറിൻ എന്ന ആ 10 മാസം മാത്രം പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് യാത്രയാകുന്നത്. ആ അവയവദാതാവിന് ആശുപത്രി അത്തരത്തിലൊരു ആദരവ് നൽകുകയാണ്. ആശുപത്രി ജീവനക്കാർ നിന്നുകൊണ്ടൊരു ഗാർഡ് ഓഫ് ഓണറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ കുടുംബത്തിന് മൃതദേഹം കൊടുത്തു. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. നാളെയാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇതാ ആശുപത്രിയുടെ ഭാഗത്ത് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാഹനാപകടത്തിൽപ്പെട്ട് ദിവസങ്ങളോളം ചികിത്സയിലായിരുന്ന അലിൻ ഷിറിൻ എബ്രഹാം എന്ന വെറും 10 മാസം പ്രായമുള്ള കുഞ്ഞു മാലാഖയാണ് ആ ആംബുലൻസിൽ ഇപ്പോഴുള്ളത്. ആ കുഞ്ഞ് 10 മാസമേ ആയിട്ടുള്ളെങ്കിലും അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഇപ്പോൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് വലിയ ജീവനായി മാറുകയാണ്. അവയവവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പിന്നിട്ട് വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കാണുന്നത് അലിൻ്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മല്ലപ്പള്ളി സ്വദേശികളായ മാതാപിതാക്കളുടെ തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാതാപിതാക്കളെയും ഈ ഘട്ടത്തിൽ നമ്മൾ അഭിനന്ദിക്കുകയും ആദരിക്കുകയും വേണം. കുഞ്ഞ് വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ തീരാനൊമ്പരത്തിലാണെങ്കിലും ആ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ള കുരുന്നുകൾക്ക് ജീവനാകട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി കുഞ്ഞലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് ശ്രീചിത്രയിലേക്കുമാണ് ദാനം ചെയ്യുന്നത്. കൊച്ചി അമൃത ആശുപത്രിയിലെ ശസ്ത്രക്രിയ വൈകിട്ട് പൂർത്തിയായി. അവയവങ്ങൾ റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്.